ഡിയർ സ്റ്റുഡൻസ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 മാർക്ക് എങ്ങനെയാണ് നേഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും നോർമലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കുട്ടികൾ പഠിക്കുന്നത് കേരള HSE, CBSE, ISE തുടങ്ങിയ വിവിധ ബോർഡുകളിലാണ്. പല ബോർഡുകളിലും പലതരത്തിലുള്ള എക്സാം പാറ്റേൺ ആണ്. ഡിഫിക്കൽട്ടി ലെവലും വ്യത്യസ്തമായിരിക്കും. ഈ വർഷം നേഴ്സിങ്ങിന് അലോട്ട്മെൻറ്റ് നടത്തുന്ന LBS ആണ്. +2വിൻ്റെ ഫൈനൽ ഇയറിൽ കിട്ടിയ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ മാർക്ക് നോർമലൈസ് ചെയ്ത് 300ലേക്ക് മാറ്റിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. എന്നാൽ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് കീം, കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എൻട്രൻസ് കമ്മീഷണറാണ്. എഞ്ചിനീയറിംഗ് എൻട്രൻസിന് കിട്ടിയ മാർക്ക് നോർമലൈസ് ചെയ്ത് 300ലേക്ക് മാറ്റും. എങ്ങനെയാണ് എൻട്രൻസ് മാർക്ക് നോർമലൈസ് ചെയ്ത് 300ലേക്ക് മാറ്റുന്നത് എന്ന് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 300ലേക്ക് നോർമലൈസ് ചെയ്ത കഴിയുമ്പോൾ 10 മാർക്കെങ്കിലും കിട്ടിയ കുട്ടിയെ കീമിന് ക്വാളിഫൈ ചെയ്യുകയുള്ളൂ. കൂടാതെ +2വിൻ്റെ ഫൈനൽ ഇയറിൽ കിട്ടിയ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ബയോടെക്നോളജി എന്നിവയുടെ മാർക്ക് നോർമലൈസ് ചെയ്ത് 300ലേക്ക് മാറ്റും. എഞ്ചിനീയറിംഗ് എൻട്രൻസിലെ നോർമലൈസ് ചെയ്ത 300ലെ മാർക്കും +2വിൻ്റെ നോർമലൈസ് ചെയ്ത 300ലെ മാർക്കും കൂടെ കൂട്ടി ആകെ 600ൽ കിട്ടിയ മാർക്കാണ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിന് കണക്കാക്കുന്നത്. എങ്ങനെയാണ് +2 മാർക്ക് നോർമലൈസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്കിവിടെ നേഴ്സിംഗിൻ്റെ മാർക്ക് നോർമലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ +2 മാർക്ക് നമ്മളിവിടെ ചെയ്യുന്നത് കേരള ഹയർ സെക്കൻഡറി മാർക്കിലേക്ക് മറ്റ് ബോർഡിലെ മാർക്ക് ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കെമിസ്ട്രിയുടെ മാർക്ക് എങ്ങനെയൊക്കെ എത്തുന്നത്? ഈ വർഷം കെമിസ്ട്രിയിൽ കേരള ഹയർ സെക്കൻഡറിയിൽ ടോപ്പ് മാർക്ക് കിട്ടിയ കുട്ടിയുടെ 100ലെ മാർക്ക് X ആണെന്ന് വിചാരിക്കുക. കേരള ഹയർ സെക്കൻഡറിയിലെ കെമിസ്ട്രിക്ക് ഈ വർഷം കിട്ടിയ ടോപ്പ് മാർക്ക് X ആണെന്ന് വിചാരിക്കുക. ISEയിലെ ഈ വർഷത്തെ ടോപ്പ് മാർക്ക് Y ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ISEയിൽ ഇക്കൊല്ലം T മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുടെ നോർമലൈസ്ഡ് മാർക്ക് T × X/Y ആണ്. ഒരു എക്സാമ്പിൾ ഇതാണ്. പ്രോസ്പെക്ടസ് 8.4 അനുസരിച്ച് പറയുന്നത് LBSന്റെ പ്രോസ്പെക്ട്സ്, നേഴ്സിംഗിന്റെ പ്രോസ്പെക്ട്സ് 8.4ൽ പറയുന്ന ഇതാണ് അതിനുള്ള ഇക്വേഷൻ. ഇതാണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. ഇവിടെ പറയുന്ന ഒരു കാര്യം, in the case of students whose qualifying examination, higher secondary examination conducted by the Directorate of Higher Secondary Education Kerala, the actual mark obtained by clause 8.1 considered for ranking എന്ന് പറഞ്ഞാൽ കേരള ഹയർ സെക്കൻഡറിയിലെ കിട്ടിയ കുട്ടികളുടെ മാർക്ക് എത്രയാണോ അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അത് 100ലേക്ക് മാറ്റിയ മാർക്ക് തന്നെയായിരിക്കും ആ കുട്ടിയുടെ നേഴ്സിങ്ങിന് കൺസിഡർ ചെയ്യുന്ന മാർക്ക്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. പ്രോസ്പെക്ടസ് പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാൻ. 2012ലെ കെമിസ്ട്രിയിലെ മാർക്ക്. 2012ൽ കേരള ഹയർ സെക്കൻഡറിയിലെ കെമിസ്ട്രിയിലെ മാക്സിമം മാർക്ക് 100 ആണ്. 100ൽ 100 തന്നെയാണ്. ISEയിലെ മാക്സിമം മാർക്ക് 99 ആണ്. അങ്ങനെയാണെങ്കിൽ 100/99 ആയിരിക്കും. അതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇതാണ് 100 X, Y 99. ഇനി 85 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുടെ മാർക്ക് എന്തായിരിക്കും? 85 × 100/99 എന്ന് പറഞ്ഞാൽ ISEയിലെ മാർക്ക് നോർമലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 85.8586. ISEയിൽ 85 മാർക്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് നോർമലൈസ് ചെയ്യുമ്പോൾ 85.8586 ആയിരിക്കും. അങ്ങനെ കേരള സിലബസിലെ നോർമലൈസ് ചെയ്ത 85ൽ നോർമലൈസ് ചെയ്ത മാർക്ക് എന്തായിരിക്കും? അത് തന്നെയായിരിക്കും. നോർമലൈസ് ചെയ്യില്ല. 100ൽ കിട്ടിയ മാർക്ക് എത്രയാണ്? 100ൽ കിട്ടിയ മാർക്കാണ് നോക്കുക, അത് 85 തന്നെയാണ്. അപ്പം 2012ൽ കേരള സിലബസിൽ പഠിച്ചൊരു കുട്ടിക്ക് ഫുൾ 85 മാർക്ക് കിട്ടിയെങ്കിൽ, 100ൽ 85 മാർക്ക് കിട്ടിയെങ്കിൽ ആ കുട്ടിയുടെ മാർക്ക് 85 തന്നെയായിരിക്കും. അതേസമയം ISEയിൽ പഠിച്ച കുട്ടിയുടെ മാർക്ക് 85.8586 ആയിരിക്കും. ഇതാണ് ഇവിടെ ഉണ്ടാകുക. ഇതിലൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി 2020 മുതലൊക്കെ നമ്മളിങ്ങ് നോക്കുകയാണെങ്കിൽ ഈ Xഉം 100 ആയിരിക്കും, Yയും 100 ആയിരിക്കും. മാക്സിമം മാർക്ക് എല്ലാ ബോർഡിലും ഫുൾ മാർക്ക് തന്നെയായിരിക്കും, 100% മാർക്ക് തന്നെയായിരിക്കും. അപ്പം 100/100 കൊണ്ടിരിക്കും. അപ്പം ആക്ച്വലി കുട്ടിക്ക് കിട്ടിയ മാർക്ക് 100ലേക്ക് കൺവേർട്ട് ചെയ്ത മാർക്കായിരിക്കും ആ കുട്ടിയുടെ നോർമലൈസ് ചെയ്ത മാർക്ക്. ഇതാണ് ഇവിടെ വരുന്നത്. കേരള ഹയർ സെക്കൻഡറിയിൽ കുട്ടിയുടെ കിട്ടിയ മാർക്ക് അത് തന്നെയായിരിക്കും.
മറ്റ് ബോർഡിൽ ഉള്ള കുട്ടികൾക്കെല്ലാം മാക്സിമം മാർക്ക് ഫുൾ മാർക്ക് കിട്ടുന്നുണ്ട് ഓരോ സബ്ജക്റ്റിനും. ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഫുൾ മാർക്ക് കിട്ടുന്നുണ്ടാവും. അപ്പം 100/100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ബോർഡിലും കുട്ടികൾക്ക് കിട്ടിയ 100 കിട്ടിയ മാർക്ക് തന്നെയായിരിക്കും നേഴ്സിങ്ങിന് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. നമുക്കൊരു ഉദാഹരണം എടുക്കാൻ, 2024 കെമിസ്ട്രിക്ക് കേരള സിലബസിൽ മാക്സിമം മാർക്ക് കിട്ടിയ കുട്ടിക്ക് 120 ആണ്. അപ്പോൾ ആ കുട്ടിയുടെ കെമിസ്ട്രിയിലെ മാർക്ക് എന്ന് പറയുന്നത് 100 തന്നെയായിരിക്കും. CBSEയിലാണെങ്കിലോ, CBSEയിൽ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിയുണ്ട്. അപ്പോൾ ആ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിയുടെ നോർമലൈസ് ചെയ്ത മാർക്ക് 100 തന്നെയായിരിക്കും. ഇത് രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല, ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിയുടെ. ദെൻ ഇനി നമുക്ക് എഞ്ചിനീയറിംഗിലേക്ക് വരാം. എഞ്ചിനീയറിംഗിലേക്ക് വരുമ്പോൾ എഞ്ചിനീയറിംഗിന്റെ ഫോർമുല മാറി. 9.7.4 പ്രോസ്പെക്ടസ് അനുസരിച്ച്, കീമിന്റെ പ്രോസ്പെക്ടസ് അനുസരിച്ച് ഇതാണ് ഈ കുട്ടിയുടെ മാർക്ക് എന്ന് പറഞ്ഞ്. ഇത് ഗ്ലോബൽ മീൻ, ഇത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത് കുട്ടിക്ക് കിട്ടിയ മാർക്ക്, ഇത് ആ ബോർഡിന്റെ മീൻ മാർക്ക്, ഇത് ആ ബോർഡിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നോക്കാം. 2024 കേരള ഹയർ സെക്കൻഡറിയിൽ ഫുൾ മാർക്ക് മാത്സിന് കിട്ടിയ ഒരു കുട്ടിയുടെ മാർക്ക് ഈ ഫോർമുല ഉപയോഗിച്ചാണ് നോർമലൈസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്സിന് ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് 92.1432 ഉണ്ടാവുള്ളൂ. ഫിസിക്സിന് 89.6524 ഉണ്ടാവുള്ളൂ. കെമിസ്ട്രിക്ക് 91.9776 ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ എഞ്ചിനീയറിംഗിന് ഫുൾ മാർക്ക്, എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് കിട്ടിയൊരു കുട്ടിക്ക്, കേരള സിലബസിൽ പഠിച്ച കുട്ടിക്ക് 300-ൽ 273.7732 27ഓളം മാർക്ക് പോയി ആ കുട്ടിക്ക്. അതേസമയം CBSEയിൽ പഠിച്ച കുട്ടിക്കാണെങ്കിൽ മാത്സിന്റെ മാർക്ക് നോർമലൈസ് ചെയ്യുമ്പോൾ 103.1784 ആവും. ഫിസിക്സിന്റെ നോർമലൈസ് ചെയ്ത മാർക്ക് 105.7854 ആവും. കെമിസ്ട്രിയുടെ നോർമലൈസ് ചെയ്ത മാർക്ക് 99.7067 ആവും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആ കുട്ടിക്ക് 300-ൽ കിട്ടിയ മാർക്ക് 308.6727 ആയിരിക്കും. പക്ഷേ 300 മാർക്ക് മാത്രമേ എടുക്കുകയുള്ളൂ. 300 കൂടുതൽ വന്നാൽ 300 മാർക്ക് മാത്രമേ എടുക്കുകയുള്ളൂ. ഇതാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ 2024 കേരള ഹയർ സെക്കൻഡറി പഠിച്ച ഫുൾ മാർക്ക് കിട്ടി, കെമിസ്ട്രിക്ക് ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിയുടെ നേഴ്സിംഗിൻ്റെ നോർമലൈസ്ഡ് മാർക്ക് 100 തന്നെയായിരിക്കും. CBSE പഠിച്ച ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിയുടെ നോർമലൈസ് ചെയ്ത മാർക്ക് 100 തന്നെയായിരിക്കും. 100 × 100/100 ആയിരിക്കും, അതും 100 തന്നെയായിരിക്കും. ഇതിലേക്കാണ് കേരള ഹയർ സെക്കൻഡറി മാർക്കിലേക്കാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. രണ്ടുപേരെ 100 ആയിരിക്കും. അതേസമയം 2024 കേരള ഹയർ സെക്കൻഡറിയിൽ കിട്ടിയ കുട്ടിയുടെ എഞ്ചിനീയറിംഗിന് നോർമലൈസ് ചെയ്ത മാർക്ക് കെമിസ്ട്രിയുടെ 91.9776 ആയിരിക്കും. അതേസമയം CBSEയിലെ കുട്ടിയുടെ എഞ്ചിനീയറിംഗിന് റാങ്കിന് വേണ്ടി നോർമലൈസ് ചെയ്ത കെമിസ്ട്രിയുടെ മാർക്ക് 99.7067 ആയിരിക്കും. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ കുട്ടിക്ക് നഷ്ടപ്പെടുന്നുണ്ട്, കേരള ഹയർ സെക്കൻഡറിയിൽ പഠിച്ച കുട്ടിക്ക് മാർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാര്യം കേരള ഹയർ സെക്കൻഡറിയിലെ മീൻ മാർക്ക് കൂടി നിൽക്കുന്നു കെമിസ്ട്രിയുടെ. അപ്പോൾ മിടുക്കരായ കുട്ടികൾക്ക് നഷ്ടം വരും. അതാണ് ഇവിടുത്തെ പ്രശ്നം. മിടുക്കരായ കുട്ടികൾക്ക് എഞ്ചിനീയറിംഗിന് നഷ്ടം വരും. അതേസമയം നേഴ്സിംഗിന് കേരള സിലബസിൽ പഠിച്ച കുട്ടിക്കായിരിക്കും ഗുണം ചെയ്യുക. എഞ്ചിനീയറിംഗിന് കേരള ഹയർ സെക്കൻഡറിയിൽ പഠിച്ച കുട്ടിക്ക് നോർമലൈസ് ചെയ്യുമ്പോൾ മാർക്ക് നഷ്ടമാകും. ഇത് തെറ്റാണ്. ഇത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. യഥാർത്ഥത്തിൽ കേരള നേഴ്സിംഗിൻ്റെ മാർക്ക് നോർമലൈസേഷൻ പ്രോസസ്സ് മാത്തമാറ്റിക്കലി ശരിയല്ല. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എടുത്തിട്ട് മാത്രമേ മാർക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ് മാത്തമാറ്റിക്കൽ ആയിട്ട് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവിടെ മാക്സിമം മാർക്ക് എടുത്തിട്ടാണ് നോർമലൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ അപാകത ഉണ്ടാകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.